സ്റ്റുഡൻറ്റ് ജർമ്മനിയിൽ ആദ്യമായിട്ട് എത്തുമ്പോൾ അവർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സിറ്റി രജിസ്ട്രേഷൻ. ഏതൊരു രാജ്യത്ത് പോയാലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ. ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതൊരു പേപ്പർ വർക്കിനും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എൻമെൽഡൻ അല്ലെങ്കിൽ സിറ്റി രജിസ്ട്രേഷൻ. സിറ്റി രജിസ്ട്രേഷൻ്റെ ജർമ്മൻ നെയിമാണ് എൻമെൽഡൻ. ഏതൊരു സ്റ്റുഡൻസിനായാലും ഇവിടെ ആര് വന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് എൻമെൽഡൻ കിട്ടിയാൽ മാത്രമേ ടാക്സ് ഐ ഡി കിട്ടുള്ളൂ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് പാർട്ട് ടൈം വർക്കിന് പോകാൻ പറ്റുള്ളൂ. എൻമെൽഡൻ എടുക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ്ലി പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ എടുക്കാം. ഓൺലൈൻ എടുക്കേണ്ട ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ഇമെയിൽ കിട്ടും. ആ ഇമെയിലിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നമ്മൾ പോകേണ്ട പ്ലേസ്, അതിൻ്റെ വിത്ത് മാപ്പ് ലൊക്കേഷൻ ഉണ്ടാവും, നമ്മൾ പോകേണ്ട സമയം, പിന്നെ നമ്മുടെ ടോക്കൺ ഐ ഡി. നമ്മൾ കറക്റ്റ് ആ സമയത്തിന് പോകണം. മിസ്സായാൽ നമുക്ക് 1-2 ചാൻസ് കിട്ടും എന്നാണ് എൻ്റെ അറിവ്. ബിക്കോസ് ഞാൻ മാക്സിമം ആ സമയത്ത് പോകാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എൻമെൽഡൻ എടുത്തിട്ടുമുണ്ട്. നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം തന്നെ ലാൻഡ് ലോർഡിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ എൻമെൽഡൻ ഫോം എടുക്കണം, നമ്മുടെ പാസ്പോർട്ട് എടുക്കണം, പിന്നെ നമ്മുടെ മെട്രിക്കുലേഷൻ ലെറ്റർ നമുക്കൊരു സേഫ് സൈഡിൽ നിന്ന് എടുത്ത് വെക്കാം. ബിക്കോസ് യൂഷ്വലി അവരങ്ങനെ ചോദിക്കാറില്ല, ഡിപ്പെൻഡ്സ് ഓൺ ഓഫീസേഴ്സ് ടു ഓഫീസർ. ചിലർ ചോദിക്കാം, അപ്പോൾ ഒരു സേഫ് സൈഡിൽ നിന്ന് അതും എടുത്ത് വെക്കണം. നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ഒക്കെ കഴിയുമ്പോൾ അവർ നമുക്കൊരു എൻമെൽഡൻ തരും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ എൻമെൽഡൻ എടുത്ത ഡേറ്റ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ എൻമെൽഡൻ ഫോമിൽ ഉണ്ടാവും. ഇനി എൻമെൽഡൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരാളുടെ അടുത്ത പ്രൊസീജിയർ ആയിരിക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളത്. ബിക്കോസ് ജർമ്മനിയിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എൻമെൽഡൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എൻമെൽഡൻ കിട്ടും. ആ എൻമെൽഡൻ എടുക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടുന്ന് തന്നെ ഫിനാൻസ് ആംറ്റിൽ പോകും. ഫിനാൻസ് ആംറ്റ് നമുക്ക് വേണ്ടി ഒരു ടാക്സ് ഐ ഡി ജനറേറ്റ് ചെയ്യും. ആ ടാക്സ് ഐ ഡി നമുക്ക് ബൈ പോസ്റ്റ് നമ്മുടെ വീട്ടിൽ വരും. ഈ ടാക്സ് ഐ ഡി നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പാർട്ട് ടൈമിനോ ഫുൾ ടൈമിനോ പോകാൻ പറ്റുള്ളൂ. സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും ഇവിടെ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുക. ജർമ്മനിയിൽ സ്പെഷ്യലി ബെർലിനിൽ അക്കോമഡേഷൻ കിട്ടാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഞാൻ പോലും ഇവിടെ വന്നത് അക്കോമഡേഷൻ ശരിയാവാണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് അക്കോമഡേഷൻ അവിടുന്ന് ശരിയായില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സബ്ലെറ്റിൽ നിൽക്കാൻ പറ്റും. സബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ വിതൗട്ട് എൻമെൽഡൻ നമുക്ക് 1-2 മാസം എവിടെയെങ്കിലും ഒരു പ്ലേസിൽ നിൽക്കാം. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രോപ്പർ എൻമെൽഡൻ കിട്ടുന്ന ഒരു സ്ഥലം ഫൈൻഡ് ചെയ്യാം. അതാണ് സബ്ലെറ്റ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഒരു അക്കോമഡേഷൻ സെർച്ച് ചെയ്യുവാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് ആദ്യം തന്നെ എൻമെൽഡൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ് ആയിരിക്കണം. അത് ഞാൻ പറയാൻ കാരണം എത്ര വേഗം നമുക്ക് എൻമെൽഡൻ കിട്ടും അത്ര വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ മൂവ് ആക്കാൻ പറ്റും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ഒക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇനി എൻ്റെ അടുത്ത വീഡിയോസ് സബ്ലെറ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അക്കോമഡേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, ജർമ്മനിയിൽ നമ്മൾ വരുമ്പോൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചാലഞ്ചസ്, ട്രാപ്സ്, അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ഫ്രം രേഷ്മ ആൻഡ് ഷോൺ.